അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ കൃഷ്ണദാസ് ഇവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം വലിയ വികാരാവേശത്തോട്ടാണ് സംസാരിക്കുന്നത്. ഈ കൃഷ്ണദാസ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ പ്രഭാരമുള്ള സാറ് എന്നെ നെടുമ്പാശ്ശേരി സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. മലയാളം പഠിപ്പിച്ച അധ്യാപകനാണ്. ഇപ്പോൾ എൻ്റെ ഈ വാക്ചാതുരിയിൽ ഒരു സംഭാവന, ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെയും ഉണ്ട് എന്ന് അക്നോളജ് ചെയ്യാൻ ഒരു മടിയില്ലാത്തതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഈ കൃഷ്ണദാസിൻ്റെ സഹോദരൻ ഹരിദാസിനെ ചിറ്റൂർ കോടതിയിലും മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തൊരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രതി ഓടിപ്പോയപ്പോൾ മജിസ്ട്രേറ്റ് വക്കീലിനെ റിമാൻഡ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ചർച്ചയിൽ പറഞ്ഞതാണ്. അന്ന് അഭിഭാഷകർ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് വേറെ ഓർമ്മയുണ്ടാവുമല്ലോ, വേറെ ആർക്കും ഓർമ്മയില്ലെങ്കിലും. അന്ന് വളരെ ഭരണഘടനാപരമായ രീതിയിലാണ് നമ്മളൊക്കെ സമരം ചെയ്തത്. രാംകുമാർ സാറും ഞാനും ഒക്കെ തോളോട് തോൾ ചേർന്ന് സമരം ചെയ്തതാണ്. പട്ടാപ്പകൽ മെഴുകുതിരി കത്തിച്ച് സമരം വരെ ഉണ്ടായി. അങ്ങനെയൊക്കെ സമരം ചെയ്യുന്ന ഒരു രീതി ഹൈക്കോടതിയിലുള്ളൂ. മാധ്യമപ്രവർത്തകരുമായിട്ട് കശപേശി ഉണ്ടായി എന്നുള്ളത് സമ്മതിക്കാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് പ്രകോപനം ഉണ്ടായി എന്ന് വിചാരിക്കാം. ഇവരൊക്കെ എത്ര കൊല്ലമായിട്ട് അവിടെ മാധ്യമപ്രവർത്തനം നടന്നതാണ്. ഇവിടെ ശ്രീ രാംകുമാർ സാർ വളരെ പുച്ഛത്തോടി പറഞ്ഞ റോസമ്മ ചാക്കോ എന്ന് പറഞ്ഞ ലേഖ എനിക്കറിയാം. അവർക്കെതിരെ ക്രിമിനൽ കോടതി ലക്ഷ്യത്തിന് പരാതി കൊടുത്ത ആളെ ഞാൻ അതറിയോ. മന്ത്രി KC ജോസഫിനെ സംബന്ധിച്ച് ഒരു തെറ്റായ വാർത്ത അവരുടെ ബൈലൈനിൽ മനോരമ പത്രത്തിൽ വന്നു. ഞാൻ അപ്പോൾ തന്നെ അന്ന് തന്നെ ആ സെക്കൻഡിൽ കോടതി ലക്ഷ്യത്തിന് ഒരു പെറ്റീഷൻ എഴുതി തയ്യാറാക്കി റോസമ്മ ചാക്കോയെ രണ്ടാം എതിർകക്ഷിയായിട്ട് ഒന്നാം എതിർകക്ഷിയായിട്ട് മനോരമ പത്രത്തിനെയും മാമൻ മാത്യു മുതലാളിയെയും കക്ഷികളെ കൊടുത്തു. എന്ന് വെച്ചാൽ റോസമ്മ ചാക്കോയോട് എനിക്ക് വല്ല വിരോധമുണ്ട്, അവർക്ക് എന്നോട് വല്ല വിരോധമുണ്ട്? ഇല്ല, അതൊക്കെ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. റോസമ്മ എന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇവിടെ എനിക്ക് വളരെ സങ്കടമുണ്ട്. കൃഷ്ണദാസിനെ പോലുള്ള ആളുകൾ, എൻ്റെ സഹപാഠിയാണ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് SU നാസർ, ഇവരൊക്കെ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊക്കെ എത്ര പെട്ടെന്ന് തീർക്കാവുന്ന കാര്യങ്ങളായിരുന്നു. ശ്രീ രാംകുമാർ തന്നെ അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് 2 തവണ ഇരുന്നുണ്ട്. ഞാൻ വന്ന് 2ാമത്തെ കൊല്ലം ഇതായിരുന്നു പ്രസിഡന്റ്. അന്നൊക്കെ ഈ മാതിരിയുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഇല്ലേ? ഏതൊക്കെ എത്രയോ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്ത് പോയ കാര്യങ്ങളാണ്. വളരെ നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി വലിയ പ്രശ്നങ്ങൾ, കലാപങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതാണ് എനിക്ക് സങ്കടം ഈ കാര്യത്തിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് മീഡിയ റൂമുമായി ബന്ധപ്പെട്ട ആ മീഡിയ റൂമിൽ വന്ന 2 മാധ്യമപ്രവർത്തകരാണ് ഈ പ്രകോപനം മുഴുവൻ ഉണ്ടാക്കിയത് എന്നാണ് ആവർത്തിച്ചിവർ വാദിക്കുന്നത്. ഒരു വിഭാഗം അഭിഭാഷകർ എന്ന് തന്നെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഒരു വിഭാഗം അഭിഭാഷകർ വാദിക്കുന്നത് ആ മീഡിയ റൂമിലേക്ക് എന്തിനു വന്നു ഈ മാധ്യമപ്രവർത്തകർ എന്നാണ്. അത് ആ മാധ്യമപ്രവർത്തകർ ഏത് തരത്തിൽ പ്രകോപനം ഉണ്ടാക്കി എന്നാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക. കാരണം അവരവരുടെ തൊഴിലിൻ്റെ ഭാഗമായി തന്നെ വന്നു എന്നല്ലേ പറയാൻ കഴിയുക. മീഡിയ റൂം അവിടെ വേണ്ട എന്ന് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. മീഡിയ റൂം പൂട്ടിയിടാൻ തീരുമാനിച്ചിരിക്കുന്നു അഭിഭാഷക അസോസിയേഷൻ്റെ യോഗത്തിൽ. ആ നിലയ്ക്ക് പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ എന്നൊക്കെ ഒറ്റയടിക്ക് അങ്ങ് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഹൈക്കോടതിയുടെ ഉടമസ്ഥാവകാശം അഭിഭാഷക അസോസിയേഷൻ ഇല്ല. അവർക്ക് അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കത്തില്ല. ഹൈക്കോടതിയിലെ അഭിഭാഷക അസോസിയേഷൻ്റെ സ്ഥലം അടക്കമുള്ള കാര്യങ്ങൾ, ക്ലർക്സ് അസോസിയേഷൻ്റെ സ്ഥലം, മീഡിയ റൂമിൻ്റെ സ്ഥലം, ഇതൊക്കെ അനുവദിച്ചിട്ടുള്ള ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകളാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് മീഡിയ റൂം പൂട്ടിയിടണോ, മീഡിയ റൂം ആവശ്യമുണ്ടോ, ഇനി മീഡിയ റൂമിൻ്റെ ആവശ്യം എന്താണ്. മീഡിയ റൂം ഇല്ലാത്ത കാലത്ത് പത്രപ്രവർത്തകർ വാർത്തകളൊക്കെ ശേഖരിച്ചിരുന്നല്ലോ. പഴയ ഹൈക്കോടതി കെട്ടിടത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കി. അവരൊക്കെ ക്യാൻറ്റീനിൽ വന്നിരുന്നിട്ടാണ് സംസാരിച്ച് വൈകുന്നേരം ചായയോടൊപ്പം ഈ വാർത്തകൾ എന്ന് വെച്ചാൽ ഇവർ സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും പല ജഡ്ജ്മെൻറ്റ്സും പല ഉത്തരവുകളൊക്കെ ഉണ്ടാവും. ഇവരുടെ റിപ്പോർട്ടുകളൊക്കെ പലപ്പോഴും തെറ്റായിരിക്കും, ചിലപ്പോൾ അസംബന്ധവുമായിരിക്കും. ഞാൻ അവരെ വെള്ളപൂശി പറയല്ല, പല വിട്ടിത്തങ്ങൾ നമ്മുടെ ലേഖകന്മാർ എഴുതാറുണ്ട്. കാരണം അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ വളരെ കൊല്ലത്തെ പരിചയമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ G ഷഹീദിനെ പോലെയുള്ള പ്രഗത്ഭരായ റിപ്പോർട്ടർമാരുണ്ട്. അവരൊക്കെ റിപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും തെറ്റായ റിപ്പോർട്ടുകൾ വരാറുണ്ട്. ചിലപ്പോൾ പരസ്പര വിരുദ്ധമായ വാർത്തകൾ വരാറുണ്ട്. ചിലപ്പോൾ ഹൈക്കോടതി വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി അത് മത്തങ്ങ മുഴുപ്പിൽ അച്ചടിച്ച സംഭവം നമുക്കൊക്കെ വിഷമം തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും തെറ്റായ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് അച്ചടി മാധ്യമത്തിൽ വരുന്നേക്കാൾ കൂടുതൽ ദൃശ്യമാധ്യമത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ചികിത്സ ഇതാണോ, പരിഹാരം ഇതാണോ? ഇനി മീഡിയ റൂം പൂട്ടിയിട്ടു എന്ന് വെച്ച് മാധ്യമപ്രവർത്തകരെ ഇവിടുന്ന് ബാനിഷ് ചെയ്യാൻ പറ്റുമോ, അവരെ പുറത്താക്കാൻ പറ്റുമോ, ഈ സംവിധാനം ഇല്ലാതാക്കാൻ പറ്റുമോ? എന്ത് ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്ക് തോന്നുന്നത് ഇത് ഏതാനും ചില ആളുകൾ വളരെ വികാരവിക്ഷുബ്ധരായിട്ട് തീരുമാനങ്ങൾ എടുക്കട്ടെ. അവർ തല ഒന്ന് തണുത്തട്ട്, എന്ന് വെച്ചാൽ ശാന്തമായിട്ടെന്നുള്ള അർത്ഥത്തിലാണ്, ഒരു തലയ്ക്ക് ചൂടാണെന്നുള്ള അർത്ഥത്തിലെല്ലാം പറഞ്ഞ് അല്പം ശാന്തമായിട്ട് കുറച്ചുകൂടി വികാരത്തേക്കാൾ വിചാരത്തിന് പ്രാമുഖ്യം കൊടുത്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. മാധ്യമപ്രവർത്തകരും വല്ലാതെ അജിറ്റേറ്റഡ് ആണ്, അഭിഭാഷകരും അജിറ്റേറ്റഡ് ആണ്. രണ്ടുപേരെയും നയിക്കുന്നത് വികാരമാണ്, വിചാരമല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. തീർച്ചയായും അതിൻ്റെ ഒന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് വികാരമായിരിക്കും നയിക്കുക എന്ന അവസ്ഥയുണ്ട്. പക്ഷേ ആ സാഹചര്യത്തെ
തരണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പക്വത കാണിക്കേണ്ട രണ്ട് വിഭാഗമാണ് ഈ അഭിഭാഷകരും ഈ മാധ്യമപ്രവർത്തകരും എന്നതാണ് അത് ഏറ്റവും സങ്കടകരമായ കാര്യം. അവരത് കാണിക്കുന്നില്ല, അവരത് ആ നിലയ്ക്കുള്ള നടപടി സ്വീകരിക്കുന്നില്ല, ആ നിലയ്ക്കൊരു ഒത്തുതീർപ്പിലേക്കോ പരിഹാരത്തിലേക്കോ പോകാനല്ല ഏറ്റവും ഒടുവിലും ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഞാൻ വീണ്ടും അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക്. അഡ്വക്കേറ്റ് രാംകുമാർ, താങ്കൾ ഈ പറഞ്ഞ പോലെയൊന്നുമല്ല, ഇത് നീതിബോധത്തിനും നിരക്കുന്നതല്ല, ധാർമ്മികതയ്ക്കും നിരക്കുന്നതല്ല എന്നും മുതിർന്ന അഭിഭാഷകർക്ക് തന്നെ പറയേണ്ടി വരുന്നു. താങ്കൾ ഒരു പക്ഷത്തായിരിക്കും ആ അഭിഭാഷകരുടെ ഇടയിൽ, മറുപക്ഷത്ത് ഒരു വിഭാഗം മുതിർന്ന അഭിഭാഷകർക്ക് ഇങ്ങനെ കൂടിയൊരു അഭിപ്രായമുണ്ട്. അതെന്തുകൊണ്ടാണ്? മിസ്റ്റർ ഹർഷൻ, ഒരു കാര്യം മനസ്സിലാക്കണം. 10-25 മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ 5000-ലും അധികം വരുന്ന ഹൈക്കോടതി അഭിഭാഷകർ അവരുടെ ആത്മാഭിമാനം പണയം വയ്ക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നതേയില്ല. ഇവിടെ മീഡിയ റൂം പൂട്ടാൻ പറഞ്ഞത് ഞങ്ങളല്ല, കൃഷ്ണദാസ് പ്രതീതി അസോസിയേഷനല്ല. മീഡിയ റൂം പൂട്ടാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്. അത് തടയാൻ വേണ്ടി തെരഞ്ഞുപിടിച്ച 2 മധ്യവയസ്കരായ വനിതാ റിപ്പോർട്ടർമാരെ അകത്ത് കയറ്റി. താങ്കൾ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുമെന്ന് കരുതുന്നു. ആ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് മീഡിയ റൂം പൂട്ടിയത് എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? അത് ആർക്കാണ് നിർദ്ദേശം നൽകിയത്? ആ നിർദ്ദേശം അങ്ങനെയാണെങ്കിൽ ഈ മീഡിയ റൂമിൽ കൃത്യമായി എല്ലാ ദിവസവും എത്തുന്ന മാധ്യമപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ടോ? അതുകൂടി അറിയണമല്ലോ.